എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ നമ്മളെ കേരളത്തിനകത്തും പുറത്തും നടക്കുന്ന ഒരു ചർച്ചയാണ് സിനിമയിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച്. സിനിമയിൽ നല്ല സ്ത്രീകൾ എവിടെയെല്ലാം ജോലി ചെയ്യുന്നു അവിടെയെല്ലാം സ്ത്രീകൾ പലതരത്തിൽ ശാരീരികമായും മാനസികമായും പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്തിനു പറയുന്നു, വീട്ടിലും കുടുംബത്തിലും പോലും സ്ത്രീകൾക്ക് ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് കൂടുതൽ അത് സിനിമയിലാണെന്ന് മാത്രം. സിനിമയിൽ നടക്കുന്ന ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന നടിമാരെ നമ്മൾ അവരെ താഴ്ത്തിക്കെട്ടുകയല്ല വേണ്ടത്. നമ്മൾ ഓരോ സ്ത്രീകളും അവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. കാരണം ഏതൊരു പെണ്ണാണെങ്കിലും ഒരു നടിയാണെങ്കിലും ഇനി മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെ കേരളത്തിലുള്ള ഏത് ജാതി മതത്തിൽപ്പെട്ട സ്ത്രീകളാവട്ടെ, അതായത് ആ നടൻ അങ്ങനെ ഈ നടൻ ഇങ്ങനെ എന്നൊക്കെ ഒരുപാട് പരസ്യമായിട്ട് ചാനലുകളെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തിയിട്ട് അവരെ മാനം കുടുംബത്തിലും നാട്ടുകാരിലൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ ഒരു ക്യാഷ് തട്ടിയെടുക്കുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വളരെ സ്വകാര്യമായിട്ട് ഒരു പക്ഷേ അവർക്ക് അവരുടെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ സഹകരിക്കുന്നവരോ അഡ്ജസ്റ്റ് ചെയ്യുന്നവരോ ഉണ്ടാവാം. ഇങ്ങനെ പരസ്യമായിട്ട് കേരളത്തിലുള്ള ഒരു കേരളീയ വനിത 10 ലക്ഷത്തിലോ അല്ലെങ്കിൽ ഒരു 25 ലക്ഷത്തിലൊക്കെ ഒരു പെണ്ണെ മറ്റുള്ള ഒരാളെ ജീവിതം തകർക്കാനോ അല്ലെങ്കിൽ വല്ല ക്യാഷ് നേടിയെടുക്കാനോ ഒക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഇങ്ങനെ സിനിമയിലോ മറ്റെവിടെയാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ആദ്യം അത് തടയാൻ ശ്രമിക്കണം. എന്നിട്ടും അവർ അതിൽ നിന്ന് പിന്തിരിയുന്നില്ലെങ്കിൽ നമുക്കിവിടെ നിയമം കോടതി എല്ലാം ഉണ്ട്. അതൊക്കെ ശരാശരി രീതിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാം വിജയിക്കും. നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്ന ശേഷമാണ് ഇവിടെ സ്ത്രീകളൊക്കെ ഒന്ന് ഏതൊരു സംസ്ഥാനത്തിലാണെങ്കിലും നമ്മളെ രാജ്യത്തൊട്ടും സ്ത്രീകൾ ധൈര്യമായിട്ട് പുറത്തിറങ്ങാൻ തുടങ്ങിയതും അതുപോലെ വീട്ടിലുള്ള പീഡനങ്ങൾ പുറത്തുള്ള പീഡനങ്ങളൊക്കെ സ്ത്രീകൾക്ക് കുറഞ്ഞു വരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ നമ്മളിത് കാര്യങ്ങൾ തുറന്നു പറയണം. കേസ് കൊടുക്കേണ്ടടുത്ത് കേസ് കൊടുക്കണം, നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം, അങ്ങനെ ചെയ്യണം. ഇന്നിപ്പോൾ കോൺഗ്രസ് ആണ് ഈ കേരളം ഭരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കറിയാലോ അവർ എത്ര വർഷം കേരളം ഭരിച്ചിട്ടുണ്ട്, എത്ര വർഷം ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്ത്രീകൾക്ക് ഇത്രമാത്രം സുരക്ഷിതത്വങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ല, മറ്റുള്ളതൊക്കെ പോട്ടെ, നമ്മുടെ രാജ്യത്തിന്റെ വികസനമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകട്ടെ, പക്ഷേ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇത്ര വലിയൊരു സുരക്ഷിതത്വം ഇന്ത്യ രാജ്യത്തൊട്ടുക്കും കിട്ടിയത് മോദിജിന്റെ ഭരണത്തോടെയാണ്. എന്തായാലും കോൺഗ്രസ് രാജ്യം ഭരിച്ച പോലെ അല്ലെങ്കിൽ കേരളം ഭരിച്ച പോലെ അല്ല ഇപ്പം മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.